ഹായ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ബ്രെഡ് പോക്കറ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണണേ. ഞാനിവിടെ കുറച്ച് ബോൺലെസ് ചിക്കൻ എടുത്തിട്ടുണ്ട്. ഒരു 300 ഗ്രാമാണ്. അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ഒരു ഹാഫ് ടീസ്പൂൺ സോയ സോസും കുറച്ച് ഉപ്പും ഗരം മസാലയും ജീരകം പൊടിച്ചതും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് ഓയിലും ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ബ്രെഡിൻ്റെ സൈഡൊക്കെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഈ കട്ട് ചെയ്യുന്ന പീസ് പൊടിച്ചിട്ട് ബ്രെഡ് ക്രംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത്രയും ബ്രെഡ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ മൈദയും ഉപ്പും കുറച്ച് വെള്ളവും ചേർത്ത് മിക്സ് ചെയ്തൊരു ബാറ്ററും കുറച്ച് ബ്രെഡ് ക്രംസും എടുത്തിട്ടുണ്ട്. 2 പീസ് ബ്രെഡ് ഒന്നിച്ച് വെച്ചിട്ട് മൈദയുടെ ബാറ്ററിൽ ബ്രെഡ് ഇങ്ങനെ ഒന്ന് മുക്കിയെടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. സൈഡിലൊക്കെ നന്നായിട്ട് തന്നെ ബ്രെഡ് ക്രംസ് കോട്ട് ചെയ്തെടുക്കാം. ബാക്കിയുള്ള ബ്രെഡും ഇതുപോലെ 2 പീസ് ബ്രെഡ് വെച്ചിട്ട് ഇങ്ങനെ മൈദയുടെ ബാറ്ററിൽ മുക്കി ബ്രെഡ് ക്രംസും കോട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ ഇത് ഫ്രൈ ആക്കി എടുക്കാം. നല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നുണ്ട്, ഇല്ലെങ്കിൽ എണ്ണ കുടിക്കും ഈ ഒരു ബ്രെഡിലേക്ക്. നന്നായിട്ട് എല്ലാ സൈഡും മൊരിഞ്ഞു വന്നു കഴിഞ്ഞാൽ എണ്ണയിൽ നിന്നും കോരി മാറ്റാം. ചൂട് പൊയ്ക്കഴിഞ്ഞിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇത് ചൂടോടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്കുള്ള ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ക്യാബേജും ക്യാപ്സിക്കും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ചിക്കൻ തണുത്തതിന് ശേഷം ഇട്ട് കൊടുക്കാം. ഇതിലേക്കിനി മസ്റ്റാർഡ് സോസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ ചേർക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഹോട്ട് സോസ് കൂടെ ഒഴിച്ചു കൊടുക്കാം. ആവശ്യത്തിന് മയോണൈസും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് പിന്നീട് ഉപ്പിൻ്റെ ആവശ്യമില്ല. നമ്മൾ ചിക്കനിൽ ഉപ്പ് ചേർത്തിട്ടുണ്ട്, മയോണൈസിൽ ഉപ്പുള്ളതാണ്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ ബ്രെഡിൻ്റെ പീസ് എടുത്തിട്ട് ഇതുപോലെ ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഫില്ല് ചെയ്യുന്നത് കഴിക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു സ്നാക്ക് തയ്യാറാക്കി നോക്കുക. നല്ല ടേസ്റ്റാണ്. നമ്മൾ ഷവർമയൊക്കെ കഴിക്കുന്ന ആ ഒരു ടേസ്റ്റിൽ കഴിക്കാൻ പറ്റിയിട്ടുള്ള ഒരു സ്നാക്കാണ്. ട്രൈ ആക്കി നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്ത ഫ്രണ്ട്സ് സബ്സ്ക്രൈബ് ചെയ്തിട്ടുകൂടി സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്